ഫ്രണ്ട്സ് എല്ലാവരും പിടിച്ചിട്ടുള്ള ഫിഷ് ഉണ്ടോ, ഇതിനെല്ലാം വെട്ടി നല്ല റെഡിയാക്കി കഴിഞ്ഞ ഫ്രിഡ്ജിൽ കയറ്റി. അതിൻ്റെ നമ്മളിന്നൊരു 3 സ്റ്റേജാണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിനെ ഒന്ന് ഫില്ലറ്റ് ചെയ്യാൻ പോകാം. ഞാൻ ഫില്ലറ്റ് ചെയ്യാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മീനെടുത്ത് വാക്യൂം പാക്ക് ചെയ്യുന്നു. പിന്നെ കുറച്ച് ഫിഷ് എടുത്ത് നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തേക്ക് ഞാൻ ഫില്ലറ്റ് ചെയ്യാൻ പോകണേ. ഇത് ഫില്ലറ്റ് നൈഫൊന്നും അല്ല എൻ്റെ ഇരിക്കുന്നത്, സാധാരണ നൈഫാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫില്ലറ്റ് ചെയ്യുക. സാധനം കിട്ടിയാൽ പോയി കണ്ടോ. ഇതുണ്ട്, ഇതിൻ്റെ വലിയ കുഴപ്പമില്ലാത്ത 2 പീസ് കിട്ടിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, നമുക്കറിയാവുന്ന പോലെ ചെയ്യുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് നമ്മുടെ മസാലയൊക്കെ എത്തിച്ച് നമുക്ക് വറുത്ത് നോക്കാം. അപ്പം നമ്മുടെ ഫില്ലറ്റ് പീസ് ഇതേ അതിൻ്റെ സൈസിനുള്ള ഒരു ബാഗ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഫില്ലറ്റ് ചെയ്തിട്ട് 2 പീസായി നമ്മൾ കേക്ക് കേട്ടുന്നുള്ളേ. അധികം വായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ എയർ വാക്യമായി കിട്ടത്തില്ല. കാരണം 2 പീസ് കയറ്റുന്നു, മാക്സിമം ഒതുക്കി വെക്കുക. ഇതുണ്ടോ, നല്ല വലിപ്പമുള്ള ഫിഷാണ്. എൻ്റെ വാല് അതേ പുറത്തോട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഒതുക്കി ചെയ്യാൻ പോകണേ. മിഷനിലേക്ക് കയറ്റുന്നു. ഇതിൽ പ്രസ് ചെയ്യുന്നു. ഇത് ബാക്കി വായിക്കൊണ്ടിരിക്കുക. ഈ കവർ കണ്ടോ, ഈ കവറിൻ്റെ അകത്തുള്ള എയർ മുഴുവൻ ഇത് വലിച്ചെടുക്കുന്നുണ്ടോ. ഇതുണ്ടോ, ആയി ഫുള്ളി വാക്യൂം ആയി സംഭവം. റെഡി ടു ഗോ. ലുക്ക് കണ്ടോ, നല്ല ഫുള്ളൊരു നല്ല വാക്യൂമായിട്ടുള്ള പാക്കറ്റ് നമുക്ക് കിട്ടി കേട്ടോ. ഇത് കണ്ടോ, നമുക്കിത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ. ഫുള്ളി വാക്യൂമായിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്, വാക്യൂം പാക്ക് പോലെ. ഇതിങ്ങനെ എല്ലാ ഫിഷിങ്ങിനും ഒരു ലെയറായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചടക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നമ്മുടെ ഫ്രീസറിൽ ഇരിക്കുന്നതിൻ്റെ ഈ ഐസുമായിട്ടുള്ള ഒരു കോൺടാക്റ്റില്ലേ, അത് ഒഴിവാക്കി കിട്ടും. അപ്പോൾ കണ്ടോ, ഞാൻ കുറച്ച് പീസ് എടുത്ത് നമ്മുടെ മീൻ പീസ് കണ്ടോ, മീൻ കട്ട് പീസ് പോലെ കുറച്ച് ഞാനാണെങ്കിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ വാക്യൂം ചെയ്ത് കയറ്റുവാണ്. പക്ഷേ മീൻ കട്ട് പീസും കൂടെ ഞാൻ ഇങ്ങനെ എടുത്ത് വാക്യൂം ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വാക്കിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സൂപ്പർ. ഈ കാണുന്ന ഈ മുള്ളില്ലേ, ഈ ഒരു മീൻ കണ്ടോ, ഒരു കുഞ്ഞു മീൻ, കോല പോലത്തെ. എനിക്കറിയത്തില്ല ഇതിൻ്റെ പേരെന്നാന്ന്, ആർക്കെങ്കിലും അറിയാമെന്ന് കമൻറ്റ് ഇടണേ. ഈ മീനെയും കൂടെ നമ്മൾ ചുമ്മാ ഫ്രൈ ചെയ്യാൻ പോകും. നമ്മുടെ നാട്ടിലെ ചുമ്മാ മീൻ ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ മുള്ളെല്ലാം കുറച്ച് മുള്ളും അതിൻ്റെ കുറച്ച് ദശയും ഫില്ലറ്റ് ചെയ്ത് തന്നെ ബാക്കി വന്നതിൻ്റെ എല്ലാം നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ മസാല ചുമ്മാ മുളകും കുരുമുളകും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സാധനം. നമുക്ക് ആർക്കറിയാവുന്ന ഒരു സാധാരണ മസാല, അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 2 കോല ഇല്ലേ, ഇതിനെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് നോക്കാം. കോല എന്നൊന്നല്ല ഇതിൻ്റെ പേര് കേട്ടോ, വേറെന്തോ പേരാ, ഞാൻ ഒരു എളുപ്പത്തിന് പറഞ്ഞാണേ. ഇതിൻ്റെ അകത്തോട്ടിട്ട് ഞാൻ നമ്മളുണ്ടാക്കിയ മസാലയല്ല, ചുമ്മാ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നാരങ്ങായും ഉപ്പും എല്ലാം ഇട്ടിട്ട് ചുമ്മാ ഒരു സാധനം, സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ഒരു സാധനം മിക്സ് ചെയ്ത് വെക്കുവാണേ. എന്നിട്ട് കുറച്ച് നേരം ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലൂടെ വെച്ച് നോക്കാം. ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നുണ്ട് കാരണം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ കണ്ടോ കുറച്ച് മുള്ളി വയറേലുണ്ട്, അതുകൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയണേ. പിള്ളേരെ കഴിക്കുമ്പോൾ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ സൈഡിൽ എന്തെങ്കിലും മുള്ള എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട്. പിന്നെ എൻ്റെ വലിയ ചട്ടിയില്ല, അപ്പം എൻ്റെ ചട്ടിയുടെ ഭാഗത്തിന് ഇതിൻ്റെ ഹാഫായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പം നല്ല കണ്ടത് ഇവിടെ ഞാൻ കാണിച്ചില്ല ഫില്ലറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അതിന് ഇത് ഞാൻ സോൾട്ട് ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയാണ്. അതിനെ നമ്മളത് എടുത്തിട്ട് 2 സൈഡ് ഇങ്ങനെ മുക്കിയിട്ട് 2 സൈഡിലും വെറ്റി നമ്മളിതിങ്ങനെ നിരത്തി വെക്കാം. അറിയാവുന്നവർക്ക് എളുപ്പം, അറിയാൻ മേലാത്തവർക്ക് ഭയങ്കര പാട്. ഇതെല്ലാം ഒരു പരീക്ഷണമാണ്. ഈ ഹെയ്ക്ക് ഫിഷിന് അധികം വലിയ ടേസ്റ്റുള്ള ഫിഷല്ല. നമ്മൾ ഈ സാധാരണ മീൻകറി വെച്ചാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താലോ വലിയ ടേസ്റ്റില്ല. അതിനധികം വലിയ ഫാറ്റില്ലാത്ത ഫിഷാണെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. അപ്പം ഫിഷ് ആൻഡ് ചിപ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ടേസ്റ്റാണ് ശരിക്കും ഫിഷ് ആൻഡ് ചിപ്സിന് വേണ്ടത്. അത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതുവരെ ഇതിങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് എന്തായാലും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 2 മുട്ട എടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ബിയർ ഉണ്ടാക്കുന്നത് കേട്ടോ. ആദ്യം സോഡയോ അല്ലെങ്കിൽ അങ്ങനെ ഗ്യാസുള്ള എന്തെങ്കിലും ആണ് വേണ്ടത്. ഇത് എൻ്റെ ഉള്ളത് ബിയറാണ്. ഞാൻ അന്നേരം
ജസ്റ്റ് ബിയർ ഒരു ഒഴിച്ചു കൊടുക്കാൻ പോണേ. സൈഡിൽ കൂടെ അല്ലേ കിട്ടില്ല. പിന്നെ ഞാൻ ഇത്രയും കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മളെ ഒരു 3 ഈ സെയിം സ്പൂണിൻ്റെ ഒരു 3 സ്പൂണ് മൈദയും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഏകദേശം ഒരു 3 സ്പൂണ് കേട്ടോ. നമ്മളെടുത്ത് അതിൻ്റെ ഒരു 3 ഇരട്ടി. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. സാധനം നല്ല രസമല്ലേ. 3 വാങ്ങിച്ചാണ് കേട്ടോ. ഓർഡർ ഇടുന്നുണ്ടേ നമുക്ക് ചെറിയൊരു എരിവിന് വേണ്ടി. ബേക്കിംഗ് സോഡയും കുറച്ച് ഇട്ടിട്ടുണ്ടേ. കുറച്ച് സോൾട്ടും കൂടെ, നമ്മുടെ മൈദക്കകത്ത് കുറച്ച് സോൾട്ട് ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ സോൾട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്യും. കുറച്ച് ഉപ്പ് മുന്നോട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടമാണ്, അതാറുണ്ടേ പോണേ. അപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പോണേ. ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ടെന്നാണ് ഞാൻ കണ്ട വീഡിയോയിലൊക്കെ പറയുന്നത്. അതുപോലെ ഓവറായിട്ട് മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ബാറ്ററിലാണ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ലംബിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കാം എന്തായാലും എവിടം വരെ ഇങ്ങനെയൊക്കെ എത്തുമെന്ന്. ഇതൊക്കെ ഒരു പരീക്ഷണമാണ് കേട്ടോ. എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി ഞാൻ ചെറിയ എടുത്തിട്ട് നല്ലതായിട്ട് എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പീസ്, ഒരു ചെറിയ ചട്ടിയാണ്, അപ്പോൾ ഒരു 1 2 ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. ഞാൻ നമ്മുടെ ഇതെടുത്ത് മുക്കുന്നു, നേരെ അങ്ങോട്ട് തട്ടാൻ പോകണേ. ഒരെണ്ണ കിടക്കുള്ളൂ കറക്റ്റ്. വേണമെങ്കിൽ ഒരു ചെറുതോടെ ഇടാം, കാരണം ഒരെണ്ണം നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെ വരുമെന്ന്. നമ്മളിത് ചെറിയ ഒരു കഷ്ണം കൂടെ ഒന്നിട്ട് കൊടുക്കാൻ വേണേ. നമ്മുടെ ബാറ്ററിൽ മുക്കി എടുത്തിട്ടുണ്ട്. നല്ല റൗണ്ടായിട്ട് ചുറ്റിയെടുത്ത് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് പതിയെ നമ്മളിത് അതങ്ങനെ ആ ബാറ്ററൊന്നും കളയാതെ നേരെ നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ ചെറിയ ചട്ടിയാണ്. ആ ചെറിയ ചട്ടിയിൽ കൊള്ളത്തക്ക രീതിയിലുള്ളൊരു ചെറിയൊരു ഇതാണ് ഞാൻ ഇട്ടിരുന്നുണ്ടോ. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് ഇടുക. അതിൻ്റെ അത്ര കിട്ടെ എണ്ണ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ടതുണ്ടോ, നല്ല പൊങ്ങി വരുന്നുണ്ടോ. അത് ആ ബിയറിൻ്റെ ആണോ, നല്ല പൊങ്ങി നല്ല ബബിൾ പോലെ വരുന്നത്. നല്ല ക്രിസ്പി ക്രഞ്ചി ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാനാണ് ആണോ, പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. നല്ല എണ്ണ നല്ല തിളച്ചിരിക്കുന്നുണ്ടാവും, നല്ല പെട്ടെന്നാവുന്നുണ്ട്. പിന്നെ ഫിഷിന് ഭയങ്കര ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് നോക്കാം എന്തായാലും. നമ്മളിത് ചെറിയ ഒരു കഷ്ണം കൂടെ ഒന്നിട്ട് കൊടുക്കാൻ വേണേ. നമ്മുടെ ബാറ്ററിൽ മുക്കി എടുത്തിട്ടുണ്ട്. നല്ല റൗണ്ടായിട്ട് ചുറ്റിയെടുത്ത് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മുക്കിയെടുക്കുക. എന്നിട്ട് പതിയെ നമ്മളിത് അതങ്ങനെ ആ ബാറ്ററൊന്നും കളയാതെ നേരെ നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇതിൻ്റെ ചെറിയ ചട്ടിയാണ്. ആ ചെറിയ ചട്ടിയിൽ കൊള്ളത്തക്ക രീതിയിലുള്ളൊരു ചെറിയൊരു ഇതാണ് ഞാൻ ഇട്ടിരുന്നുണ്ടോ. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്തിട്ട് ഇടുക. അതിൻ്റെ അത്ര കിട്ടെ എണ്ണ നല്ലതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ടതുണ്ടോ, നല്ല പൊങ്ങി വരുന്നുണ്ടോ. അത് ആ ബിയറിൻ്റെ ആണോ, നല്ല പൊങ്ങി നല്ല ബബിൾ പോലെ വരുന്നത്. നല്ല ക്രിസ്പി ക്രഞ്ചി ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാനാണ് ആണോ, പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. നല്ല എണ്ണ നല്ല തിളച്ചിരിക്കുന്നുണ്ടാവും, നല്ല പെട്ടെന്നാവുന്നുണ്ട്. പിന്നെ ഫിഷിന് ഭയങ്കര ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് നോക്കാം എന്തായാലും. നമ്മൾ കുറച്ച് നമ്മുടെ ഫിഷ് മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാൻ പോകണേ. നമുക്ക് നോക്കാം വെറൈറ്റി ടേസ്റ്റ് ഏതാണ്. നമ്മൾ 2 സ്റ്റൈലിൽ ട്രൈ ചെയ്യാം. സാധാരണ നമ്മുടെ ഇതെങ്ങനെ ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ സ്റ്റൈലിൽ, അതായത് പ്ലെയിൻ പെപ്പർ മാത്രം ഇട്ടിട്ട്, പിന്നെ കുറച്ച് നമ്മുടെ ഫിഷ് മസാലയും കൂടെ, നമ്മുടെ ഈ പാക്കറ്റ് മസാല കിട്ടത്തില്ലേ, അതാണ്. അതുകൂടെ ഒന്ന് നമുക്ക് മുക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നാടൻ ഫിഷ് മസാല വെച്ചിട്ടുള്ളതാണേ. 2 സൈഡ് മുക്കിയെടുത്തിട്ട് പതിയെ നമ്മൾ ആ ഇതിലോട്ട് തട്ടി കൊടുക്കാൻ പോവാണ്. അടിപൊളി അല്ലേ, നല്ലതായിട്ട് പൊങ്ങി വരുന്നത്. ഇട്ടപ്പോൾ തന്നെ നല്ല പൊങ്ങി നല്ല ഇതായിട്ട്. ആ ബിയറിൻ്റെ ആണെന്ന് തോന്നുന്നു. ആ ബിയറിൻ്റെ ആ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡോ ആ കാതുവൻ്റെ ഉണ്ടോ, നല്ല പൊങ്ങി നല്ല ക്രിസ്പിയായി വരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫിഷ് മസാല ഇട്ടതാണേ. ഇതൊന്നും ട്രൈ ചെയ്യാം, ഒന്നും ചെയ്യാതെ കഴിക്കാൻ പോണേ. ഫിഷ് മസാല ഇട്ട് നമ്മൾ സോസ് ഒന്നും ചുമ്മാ കഴിച്ചേക്കാൻ പോണേ. നല്ലതാണ്, ടേസ്റ്റ് ഉണ്ട്. നമുക്കതുപോലെ തന്നെ അടുത്ത് പ്ലെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്.
വന്നിട്ടുണ്ട് ക്രിസ്പി. പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് ശകല നേരം പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് കുറഞ്ഞു എന്നൊരു സംശയം. പക്ഷേ ടേസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫിഷ് ആൻഡ് ചിപ്സ് തേണ്ടേ കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ ആ ഫുഡ് ഫിഷ് ഫ്രൈ ചെയ്തിട്ടേ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു ക്രഞ്ചിനെസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്തപ്പോൾ നല്ല ക്രഞ്ചി ആയിരുന്നു. നല്ല നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയി. ഓക്കെ, നമുക്ക് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏത് ഫിഷ് വെച്ച് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു ബ്ലാൻഡ് ടേസ്റ്റുള്ള ഒരു പ്ലെയിൻ ടേസ്റ്റുള്ള ഒരു ഫിഷ് ആയതുകൊണ്ട് അങ്ങനെ ഏതൊരു ഫിഷ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.